ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നേക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് വെറൈറ്റി. ത്രില്ലേഴ്സൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്കാണ് കോളിൻ ഹൂവറിൻ്റെ വെറൈറ്റി. സിമ്പിൾ റീഡാണ്, നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇംഗ്ലീഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പൊതുവെ കോളിൻ ഹൂവറിൻ്റെ പുസ്തകങ്ങളൊക്കെ കണ്ടന്റ് അത്ര മെച്ചമല്ലെങ്കിലും വായിക്കാൻ എളുപ്പമാണ്. പക്ഷേ വെറൈറ്റി കണ്ടന്റ് വൈസും വളരെ നല്ല, നമുക്ക് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് തന്നൊരു ബുക്കാണ് വെറൈറ്റി. നെക്സ്റ്റ് ഈസ് RJ പലേഷ്യയുടെ വണ്ടർ. ഒരു ചെറിയ കുട്ടിയുടെ ഡെയിലി ലൈഫ് പറയുന്ന ഒരു ബുക്കാണ്. ഹീ ലുക്സ് ഡിഫറെൻ്റ്. അപ്പോൾ അവൻ എങ്ങനെയാണ്, ഓഗസ്റ്റ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവൻ്റെ സ്കൂളും ലൈഫും കാര്യങ്ങളൊക്കെ പറയുന്നൊരു ചെറിയ ബുക്കാണ്. ഈസി റീഡാണ്. ഭയങ്കര ഒരു വാം ഹഗ് പോലൊക്കെ എന്നെ ഫീൽ ചെയ്യിപ്പിച്ച ഒരു ബുക്കാണ് RJ പലേഷ്യയുടെ വണ്ടർ. നെക്സ്റ്റ് ഈസ് ട്രെവർ നോവയുടെ ബോൺ എ ക്രൈം. ഇത് ട്രെവർ നോവയുടെ ലൈഫ് പറയുന്നൊരു ബുക്കാണ്. സിമ്പിൾ ഇംഗ്ലീഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഖാലിദ് ഹുസൈനയുടെ ദ കൈറ്റ് റണ്ണർ. അതുപോലെ തന്നെ ഖാലിദ് ഹുസൈനയുടെ 1000 സ്പ്ലെൻഡിഡ് സൺസും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഈസി റീഡാണ്. ഇംഗ്ലീഷ് വെച്ച് നോക്കുമ്പോൾ ഈസി റീഡാണ്. കണ്ടന്റ് നമ്മൾ കുറച്ച് സങ്കടപ്പെടുത്തുന്ന അഫ്ഗാനിസ്ഥാൻ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന സ്റ്റോറീസാണ് ഇത് രണ്ടും. ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നു. സോ ഇംഗ്ലീഷ് വായിക്കാൻ ഉള്ള പേടി കൊണ്ട് കുറേ കാലം ഞാനും ഇംഗ്ലീഷ് ബുക്സ് ഒന്നും വായിക്കാതൊക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ച് തീർത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇംഗ്ലീഷ് ബുക്സൊക്കെ സിമ്പിളായിട്ട് വായിച്ചെടുക്കാനൊക്കെ പറ്റും. അപ്പം അങ്ങനെ ഇംഗ്ലീഷിന് ഭയമൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള റീഡ് എടുത്ത് വായിച്ച് ഇംഗ്ലീഷിനെ നമുക്ക് മെരുക്കെടുക്കാവുന്നതേ ഉള്ളൂ. So I strongly recommend to start reading English books. Thank you so much.